നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാൽക്കിണ്ടികൾക്ക് ഇപ്പോൾ ഒരു പുരാവസ്തുവിന്റെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. പണ്ടുകാലത്ത് വീടിന്റെ ഉമ്മറപ്പടിയിൽ സൂക്ഷിച്ചിരുന്ന കിണ്ടികൾ മിതമായ ജലോപയോഗത്തിന്റെ ഉപാധികൾ കൂടിയായിരുന്നു. ചെറിയ വാലുപോലുള്ള കുഴലിലൂടെ ആവശ്യത്തിന് മാത്രം ജലം പുറത്തേക്ക് വരുന്ന സാങ്കേതിക വിദ്യ ജലചൂഷണത്തിന്റെ പുതിയ കാലത്ത് ഓർമ്മിക്കേണ്ട നാട്ടറിവ് തന്നെയാണ്. അറിവുകളുടെയും തിരിച്ചറിവുകളുടെയും യാത്രയായ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജൂറി അംഗങ്ങളെ പരിചയപ്പെടാം. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ ആർ വി ജി മേനോൻ, ശ്രീ ആർ ഹേലി, പ്രൊഫസർ എം കെ പ്രസാദ്, സുഗതകുമാരി ടീച്ചർ, കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിലെ സീനിയർ സയന്റിസ്റ്റായ ഡോക്ടർ സി തമ്പാൻ, കൂടാതെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനും പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ ഇ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഒന്നാം റൗണ്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു കുടിവെള്ളം. അതാത് പ്രദേശങ്ങളിലെ ജലസമ്പത്ത് പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ നിരവധി കുടിവെള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വയനാട് ജില്ലയിലെ മാനന്തവാടി ഗ്രാമപഞ്ചായത്തും ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഒന്നാം റൗണ്ടിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് കുടിവെള്ള പദ്ധതിയുമായിട്ടാണ്. അവരുടെ മറ്റു പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം മാനന്തവാടിയെ ഈ വേദിയിലേക്ക്. മാനന്തവാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം വർക്കി മാസ്റ്ററെ കൂടാതെ ജനപ്രതിനിധികൾ, ഗുണഭോക്താക്കൾ, പിന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആവേശകരമായ ഒന്നാം റൗണ്ടിന് ശേഷം ഇപ്പൊ രണ്ടാം റൗണ്ടിൽ എത്തി നിൽക്കുകയാണ്. മാനന്തവാടി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് വേണ്ട, സാധാരണ ഒരാളെന്ന നിലയിൽ എന്താ ഒരു ഫീലിംഗ് മനസ്സിലുള്ള? ഒത്തിരി സന്തോഷം തോന്നുന്നു. കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകത്തെ കാണിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ 1000-ഓളം പഞ്ചായത്തുകളിൽ 140 പഞ്ചായത്തുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അതിൽ 15 പഞ്ചായത്തുകളിൽ ഒന്നായി മാനന്തവാടി ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഇന്ന് എന്താ എല്ലാവരും ഒരേപോലെയൊക്കെ ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്നത്? പഞ്ചായത്തിലെ സ്ത്രീകളെല്ലാവരും, പഞ്ചായത്തിലെ മുഴുവൻ 16 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എത്തിയിട്ടുണ്ട്. എല്ലാ വനിതാ മെമ്പർമാരും CDS ചെയർപേഴ്സണും എത്തിയിട്ടുണ്ട്. അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ആണ് ഒരു പ്രത്യേക യൂണിഫോമിൽ അവരിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി നമ്മുടെ വിധികർത്താക്കൾ മാനന്തവാടി ഗ്രാമപഞ്ചായത്തിൽ ചെന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. കൃഷി വികസനത്തിന്റെ പദ്ധതി ഒന്നും കിട്ടിയില്ലേ? കിട്ടുന്നില്ല. അത് ഫൗണ്ടേഷൻകാരെ കുറെ നമുക്ക് മറ്റേ ഇതിന്റെ ഇതൊക്കെ തന്നായിരുന്നു. ഇവിടെ വാഴയും കുരുമുളകും കാപ്പിയൊക്കെ കാണുന്നുണ്ടല്ലോ. അത് ആദ്യമേ ഉള്ളതാ, പൊടിയൊക്കെ കേട് വന്നു പോയി. അതിനുശേഷം നട്ടിട്ടില്ല, രണ്ടാമത് നട്ടിട്ടില്ല. എത്ര കാലമായി പണിയൊന്നും എടുക്കാതെ? ഞാൻ എന്റെ മകള് പണിക്ക് പോകാൻ തുടങ്ങിയപ്പോ നിർത്തി. അതെന്ത് പറ്റി? ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും കൊണ്ടാണോ അതോ വേണ്ട ഒരാളുടെ പണി മതി? പ്രശ്നം കൊണ്ട് തന്നെയാണ്. എന്താ ആരോഗ്യം? അതിന് വെയിലത്ത് ഇറങ്ങി പണിയെടുക്കാൻ പറ്റില്ല, തലവേദനയായിട്ട് ഛർദിയൊക്കെ. മോള് ഇതുവരെ പഠിച്ചു? 5 വരെ പോയിട്ടുള്ളൂ. 5 വരെ പോയിട്ടുള്ളൂ. പിന്നെ എന്താ പഠിക്കാൻ? കണ്ണിന് ലേശം പ്രശ്നമുണ്ട്, അത് കാരണം പിന്നെ തോരയ്ക്ക് കിട്ടില്ല. എന്റെ കാഴ്ചക്ക് പ്രയാസമാണോ? അതിനൊന്നും ചെയ്തില്ലേ? അതിന് കുറെ ചികിത്സിച്ചതാ. ഞരമ്പിന്റെ എന്തോന്നാ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ വിളവ് എടുത്തിട്ടുണ്ടോന്നൊരു കഴിഞ്ഞ വിളവ് എടുത്ത വിളച്ചിട്ട് എത്ര കാലമായി? അതൊരു 10-20 വർഷം. വളരെ പഴയതാണ്. 20 വർഷത്തോളായി. ഇങ്ങനെ ഇവിടുത്തെ ലോക്കലാണ്, മെമ്പറാണ് വാർഡിലെ. ചന്തുവിന്റെ ഉണ്ടല്ലേ? തന്ന ആൾ കൊടുക്കുന്നത്. അത് ഈ തൃശ്ശൂരിലെ ഒരു ഏജൻസിയുടെ വെച്ചിട്ട് നമ്മൾ ഈ വെള്ളം ശുദ്ധീകരിച്ചിട്ട് അവിടെ നിന്ന് സപ്ലൈ കൊടുക്കുന്ന. എത്ര വീടുകൾക്ക് സപ്ലൈ? 46 വീടുകൾക്ക് ഇന്ററപ്ഷൻ ഇല്ലാതെ തുടർച്ചയായിട്ട് കൊടുക്കും. കുടിവെള്ളം കൊടുക്കുന്നത്. അവർക്ക് വേറെ വെള്ളത്തിന്റെ ഒന്നുമില്ല. വേറെ ചിലർക്കൊക്കെ കിണറൊക്കെ ഉള്ളവരുണ്ട്, പക്ഷെ കുറച്ച് ദൂരേക്ക് ആയിരിക്കും. ഇത് മുറ്റത്ത് ടാപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളം പറ്റുന്നില്ല. വെള്ളം ഈ കൊല്ലം കുറച്ച് താന്നായിരുന്നു, തീർത്തും പറ്റിയിട്ടില്ല. ഇതിലുള്ള ഒരു തൃശ്ശൂരിലെ ഒരു ഏജൻസിയാണ്. അവരായിട്ട് പഞ്ചായത്ത് എങ്ങനെയാണ് ടൈപ്പ്? എങ്ങനെയാണ് അവരാദ്യം ഇത് സ്ഥാപിച്ചു പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് ഇവർ തന്നെയാണ്. പിന്നീട് ഞങ്ങളുടെ യാത്ര ജലസേചന പദ്ധതിയുടെ ഉപഭോക്താക്കളെ തേടിയായിരുന്നു.
ഇപ്പോൾ പിലാക്കാവ് കുടിവെള്ള പദ്ധതിയുടെ ഒരു ഉപഭോക്താവാണ്. അപ്പോൾ എത്ര കാലമായി അത് ഇവിടെ വെള്ളം കിട്ടാൻ തുടങ്ങിയിട്ട് അതിൽ നിന്ന്? ഇപ്പോൾ ഒരു വർഷത്തിലധികമായി. അതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത്? കുടിവെള്ളം നമ്മളത് താഴെ പോയിട്ട് എടുത്തുകൊണ്ടിരുന്നായിരുന്നു. വെള്ളം കിട്ടില്ല പൊതുവെ. അവിടെ ഞാനാണെങ്കിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ ഉണ്ടാകും കല്ലെടുത്തിട്ട്, ഒരു ദിവസം ചെല്ലുമ്പോൾ ഉണ്ടാകും കലക്കി വെച്ചിട്ട്. ഇപ്പോൾ എല്ലാ ദിവസവും കിട്ടുന്നുണ്ടോ വെള്ളം? നമ്മുടെ വീട്ടാവശ്യങ്ങളില്ല. നല്ല വെള്ളമാണോ? പിന്നീട് ഞങ്ങൾ പോയത് കുന്നിൻ മുകളിലെ ജലസംഭരണി നേരിട്ട് കാണാനായിരുന്നു. അടിവാരം കുരിശ്ശേരിക്കുന്ന് കുടിവെള്ളത്തിൻ്റെ ടാങ്കുകളാണ് ഇത്. ഇതാണ് ഫോറസ്റ്റിൽ നിന്ന് വരുന്നത് വെള്ളം. ഫോറസ്റ്റിൽ നിന്ന് തലയണ കെട്ടിയിട്ട് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിൽ വന്നിട്ട് ഈ 2 ടാങ്കിലേക്കും കണക്ഷൻ കൊടുത്തിട്ടാണ് ഇതിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പദ്ധതി വന്നതിന് ശേഷം സ്ത്രീകളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്? വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നാലും മറ്റു സ്ത്രീകളുടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ വെള്ളം വന്നേരം എല്ലാവർക്കും ഒരു ഉപകാരമായി. ഇപ്പം ഓരോരുത്തരും തൊഴിലുറപ്പ് പണിക്കെല്ലാം പോയി ടാങ്കെല്ലാം വാങ്ങി ഫിറ്റാക്കി അതിൽ സൂക്ഷിച്ച് വെക്കുന്നു. ഇപ്പം നിങ്ങളുടെ ഇവിടെയുള്ള കുടുംബം പല സ്ഥലങ്ങളിൽ നിന്ന് ഗുണഭോക്തൃ സംഘത്തിൽ ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാ സ്ഥലത്തേക്കും ഒരേമാതിരി വെള്ളം എത്തുന്നുണ്ടോ? എല്ലാ സ്ഥലത്തും താഴേക്കും മുകളിലുള്ളവർക്കും എല്ലാ സൈഡിലുള്ളവർക്കും ഒക്കെ ഒരേപോലെ. അപ്പോൾ കൂടുതൽ കിട്ടണം തടയണമുണ്ടെന്ന് പറഞ്ഞത് എന്താണ്? അത് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ നമ്മുടെ പദ്ധതിയിൽ അല്ലാതെ തന്നെ കുറെ ആൾക്കാർ അവിടുന്ന് പൈപ്പ് വലിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഡൈവേർഷൻ ഉണ്ടെന്ന്. അപ്പൊ അതിനെ നിയന്ത്രിക്കാനുള്ള അപ്പൊ അത് വെള്ളത്തിന് ലഭ്യത കുറവുണ്ടോ അവിടെ? വേനലിൽ കിട്ടുന്നില്ല എന്നുള്ള. പിന്നീട് ഞങ്ങൾ പഞ്ചായത്തിലെ ഒരു വിദ്യാലയം കൂടി സന്ദർശിച്ചു. ഉപയോഗിക്കുന്നത് ഇത് ഏത് ക്ലാസ്സാണ്? ഇത് 3ാം ക്ലാസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. ക്ലാസ്സുകളിലെ പെയിൻറ് ജാലകത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വേർഡ് 4ാം ക്ലാസ് വേർഡ് സഹായമായിട്ട് പഠന രീതികളായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പെയിൻറ്റിലാണ് തുടങ്ങുന്നത്. സ്കൂളിൽ നിന്നും ഞങ്ങൾ പോയത് പിലാക്കാവ് അംഗൻവാടിയിലേക്കായിരുന്നു. ഗ്യാസ് റാഗി ഗ്ലാസ്സിൽ വാങ്ങിക്കാം. ഗ്യാസ് മേഡം കുട്ടികളുടെ ഡബിൾ സിലിണ്ടർ ഗ്യാസ് പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. 41 അംഗനവാടിയുണ്ട്. 41 എണ്ണത്തിനും 38 എണ്ണത്തിനും സ്വന്തം ബിൽഡിംഗ്. 6 പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇത് 11 മണിക്ക് കൊടുക്കുമല്ലോ, അത്രയും കൊടുക്കുന്നതാണ്. ഈ വെള്ളം എപ്പോഴും നല്ല വെള്ളമാണ്? ശുദ്ധ നല്ല വെള്ളം തന്നെ. വേനലായാൽ ഒരു മാസത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം കുറയും. എന്നാലും ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ എല്ലാ ആവശ്യങ്ങളും പാചകത്തിനൊക്കെ അതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അത് ടാങ്കിൽ പോയിട്ടല്ലേ വരുന്നത്? അതെ. ടാങ്കൊക്കെ വൃത്തിയാക്കുന്നതൊക്കെ ആരാണ്? ആഴ്ചയ്ക്ക് ഒരു ദിവസം, പിന്നെ ആരും അമ്മമാരും കൂടെ വന്നിട്ട് വൃത്തിയാക്കും. പിന്നീട് ഞങ്ങൾ മാനന്തവാടിയിലെ മത്സ്യ മാംസ മാർക്കറ്റ് സന്ദർശിച്ചു. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു ദിവസം എത്ര കച്ചവടമുണ്ട്, അതിലെ വേസ്റ്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് വാഷ് ചെയ്യുന്ന വെള്ളമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ കൈ ഇറക്കുന്ന നേരിട്ട് ടാങ്കിലേക്കാണോ പോകുന്നത്? അവിടുന്ന് ക്ലീൻ ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്? എന്താ ഈ ക്ലീനിങ് എന്ന് ഉദ്ദേശിച്ചത്? എന്താ ഇവിടുന്ന് അതിൽ പോയി വെള്ളം നിറച്ച് അതിൽ നിന്ന്
ഈ വെള്ളം മാത്രമല്ലോ, ഈ വെട്ടുന്ന ഈ തലയും ഭാഗങ്ങളും കൊണ്ടുപോകുന്നു. അത് അന്നൊന്നും അവർ കളക്ട് ചെയ്യണം. ഈ നമ്മുടെ മാനന്തവാടിയിൽ ഇതാണോ ഒരു ഫിഷ് മാർക്കറ്റ് ഉള്ളത്? ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊന്നും ഇവിടെ ബാക്കി വരില്ല, ഒന്നും ബാക്കി വരില്ല. കംപ്ലീറ്റ് പന്നി അവരുടെ കൊണ്ടുപോകും. ചന്ത പിരിയുന്ന സമയത്ത് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി. പിന്നീട് ഞങ്ങൾ പോയത് കുറുക്കൻമൂലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കാണാനായിരുന്നു. കുറുക്കൻമൂലയിൽ നിന്നും ഞങ്ങൾ പോയത് തരിശുനിലം കൃഷിയോഗ്യമാക്കിയത് കാണാനായിരുന്നു. പാടത്ത് നമ്മളിപ്പോ ഇഞ്ചി കാണുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ മൊത്തം നെൽകൃഷിയായിട്ട് മാറ്റാനുള്ള പ്രവർത്തനത്തിൽ വല്ലതും പ്ലാൻ? ഈ ഇഞ്ചി കൃഷി അധികം ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നെൽവയലിൽ വളം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചി കൃഷി ചെയ്യും. ആ ഒരു ഇഞ്ചി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 1-2 വർഷത്തേക്ക് പിന്നീട് ഞങ്ങൾ പോയത് മാനന്തവാടിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കുറുവാദ്വീപ് കാണാനായിരുന്നു. ടൂറിസ്റ്റ് സീസൺ അല്ല, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇനി ഒരു സെപ്റ്റംബർ അല്ലേ? സെപ്റ്റംബറിൽ ഇനി ഇത് ഓപ്പൺ വരും പോവും. പിന്നീട് ഞങ്ങൾ കുറുക്കൻമൂലയിലെ ഗവൺമെന്റ് LP സ്കൂൾ കൂടി സന്ദർശിച്ചു. സ്കൂള് DPP നിർമ്മിച്ച് പഞ്ചായത്തിന് കൈമാറ്റം ചെയ്ത സ്കൂളാണോ? DPP കാലത്ത് ഇത് ആരംഭിച്ച സ്കൂളാണിത്. 95 കുട്ടികൾ ഈ വർഷം പഠിക്കുന്നുണ്ട് ഇവിടെ. സുരേന്ദ്രൻ, മാനന്തവാടി മൃഗാശുപത്രിയിലെ സീനിയർ വെറ്ററിനറി സർജനാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാഫല്ല. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാഫാണെങ്കിൽ ഇപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ എങ്കിൽ കൂടി എനിക്ക് തോന്നിയൊരു കാര്യം, കഴിഞ്ഞ 4-5 വർഷമായിട്ടുള്ള ജനകീയാസൂത്രണ പദ്ധതിയിൽ ഞാൻ ഈ പഞ്ചായത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നു. എൻ്റെ നാടും ഇവിടെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പണ്ടത്തെ പോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു സ്കീം വരികയും അത് മുകളിൽ നിന്ന് ഇന്ന രീതിയിൽ നടപ്പാക്കണം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് താഴെ തട്ടിൽ നിന്ന് പദ്ധതികൾ നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ തരികയും ഇവിടുന്ന് തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ വളരെ യഥാർത്ഥത്തിൽ ആനുകൂല്യത്തിന് അർഹതയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ബാഹ്യേതരമായ ഇടപെടലുകൾ ഇതിൽ വരുന്നില്ല. പിന്നെ ഭരണസമിതി എപ്പോഴും ഒരു നല്ല ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ പ്രോജക്റ്റിൻ്റെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇന്ന പ്രോജക്റ്റാണ് ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊരു ഏകദേശ ധാരണ വരുമ്പോൾ അപ്പോഴേ തൊട്ട് തന്നെ ഈ പദ്ധതി എങ്ങനെ നല്ല രീതിയിൽ നടപ്പാക്കാം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മൃഗാശുപത്രിയുടെ സ്റ്റാഫിൻ്റെയൊക്കെ 100% ഇൻവോൾവ്മെൻറ്റ് ഈ പദ്ധതി നടത്തിപ്പിൽ വരുന്നുണ്ട്. എൻ്റെ പേര് PK മാത്യു, മാനന്തവാടി ഗവൺമെൻറ് UP സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥനാണ്. ഈ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഏതൊക്കെയാണ് പ്രൊജക്റ്റുകൾ തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിൽ കാണുന്നതനുസരിച്ച് തന്നെ എല്ലാ പ്രോജക്റ്റുകളും ഉണ്ടാക്കാനും അത് നടപ്പിൽ വരുത്താനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത പ്രത്യേക ചില പരിപാടികളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആദിവാസി മേഖലയിലുള്ള കുട്ടികൾ രാവിലെ പല കാരണങ്ങളാൽ ഭക്ഷണം കഴിക്കാതെ വരുന്നുണ്ട് എന്ന് നമ്മുടെ വയനാട്ടിലെ സ്ഥാപനങ്ങൾ സ്കൂളുകൾക്ക് തോന്നിയതിൻ്റെ വെളിച്ചത്തിൽ ഈ പഞ്ചായത്തിലും രാവിലെ ഭക്ഷണം കഴിക്കാതെ